രോഹിത്തേട്ടാ, നമ്മൾ ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് കണ്ടു. വലിയ രീതിയിലുള്ള, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ, പ്രഡിക്റ്റ് ചെയ്തതിനേക്കാൾ മുകളിലുള്ള ഒരു വലിയ വിജയം നേടി. വലിയ രീതിയിലുള്ള UDF തരംഗം ഉണ്ടായിട്ട് പോലും കൊല്ലത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു അത്രയും അധികം വിജയം നേടി. ചടയമംഗലമൊക്കെ UDFിനൊപ്പം നിന്നു. എന്നിട്ടും പ്രതീക്ഷിച്ചിരുന്നത് പോലെ കൊട്ടാരക്കരയിൽ വിജയം നേടാൻ സാധിച്ചില്ല. ഇഷാപൂറ്റി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. വലിയ ഭൂരിപക്ഷം താഴ്ത്തി 1000-ലേക്ക് എത്തിക്കാനും ചില ഘട്ടങ്ങളിൽ 100-ൽ താഴെ ഭൂരിപക്ഷത്തിലൊക്കെ ലീഡ് ചെയ്ത സമയമുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് കൊട്ടാരക്കരയിൽ? കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ് കൊട്ടാരക്കരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അതിനുമപ്പുറത്തേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന R രശ്മിയെ BJP ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ BJPക്ക് സാധിച്ചു എന്നുള്ളത്. അതിന്റെ പിന്നിലുള്ള ഗൂഢശ്രമങ്ങളെ കുറിച്ചൊക്കെ കൊട്ടാരക്കരയിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവിടേക്കാണ് ഇഷാപൂറ്റി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് 15 വർഷക്കാലം കൊട്ടാരക്കരയിൽ പ്രദാനം ചെയ്ത കേരളത്തിലെ ഇടത് രാഷ്ട്രീയ രംഗത്തെ ശാന്തമുഖമായ സൗമ്യമുഖമായ ഇഷാപൂറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം സംഭവിക്കുന്നത്. നോക്കൂ, കൊട്ടാരക്കര പോലെ, അതായത് 15 വർഷക്കാലങ്ങളിൽ 10,000-ൽ തുടങ്ങി 50,000 അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം വരെ ഇടത് കോട്ടയാക്കി കൊണ്ടുവന്ന ഇഷാപൂറ്റി അവിടെ KN ബാലഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ 10,000 ശിഷ്ട വോട്ടുകൾക്ക് KN ബാലഗോപാൽ ജയിച്ച ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇഷാപൂറ്റി നേരിട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രയാ ഭൂരിപക്ഷം? 1012 വോട്ട്. 1012 വോട്ടിന് KN ബാലഗോപാലിനെ പോലെ അധികാരത്തിന്റെ പവറും മണി പവറും ഉള്ള ഒരു മനുഷ്യന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് പറയുന്നതിലും ഭേദം അയാൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. പിന്നെ ഇത് ജനാധിപത്യ പ്രക്രിയയാണ്. ഓരോ വോട്ടിനെങ്കിലും ഓരോ വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പ്രൈസ് ഒന്നുമില്ല. ഇത് ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ ഒന്നുമല്ല. എന്തായാലും നിയമസഭയിലേക്ക് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ പ്രദാനം ചെയ്ത് കടന്നു പോകുമെന്നുള്ളതാണ്. KN ബാലഗോപാലിനെ കുറിച്ച് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും വാഴ്ത്തിപ്പാടിയത് എന്താ? കൊട്ടാരക്കരയെ വലിയ രീതിയിൽ കെയർ ചെയ്തു, കൊട്ടാരക്കരയെ വലിയ രീതിയിൽ നോക്കി എന്നുള്ള ഒരു കുന്തവും സംഭവിച്ചിട്ടില്ല. കൊട്ടാരക്കര ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ KN ബാലഗോപാലിന്റെ ഭൂരിപക്ഷം ഇതല്ലായിരുന്നു ആകേണ്ടിയിരുന്നത് എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. നേഷൻ ഫസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ, പ്രത്യേകിച്ച് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലായതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയ നിരീക്ഷണം നമ്മൾ കൃത്യമായി നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൊല്ലം പിടിച്ചാൽ കേരളം പിടിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പല തവണ പറഞ്ഞതാണ്. നമ്മൾ അന്നും പ്രഡിക്റ്റ് ചെയ്തത് എന്താണ്? 8 സീറ്റ് അല്ലെങ്കിൽ 9 സീറ്റ് എന്നുള്ളതാണ് UDFന്. ഞാൻ കൃത്യമായ എല്ലാ സ്റ്റോറികളും പറഞ്ഞു. 9 സീറ്റുകളിൽ ആധികാരികമായ വിജയം UDFന് ഉണ്ടാകും, അല്ലെങ്കിൽ 8 സീറ്റ് അല്ലെങ്കിൽ 9 സീറ്റ്. ഞാൻ അതിൽ മാറ്റി നിർത്തിയ 2 മണ്ഡലങ്ങൾ പുനലൂരും ചടയമംഗലവുമായിരുന്നു. പക്ഷേ ഇലക്ഷൻ ക്യാമ്പയിനുകളുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ചടയമംഗലവും പിടിച്ചേക്കാം എന്ന നിലപാടിലേക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. കൊട്ടാരക്കരയിൽ എനിക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൊട്ടാരക്കരയിൽ ഗ്രൗണ്ട്, ഇന്ന് രാവിലെ ഞാൻ ഈ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കൾ, അതായത് ഞാനുമായി തർക്കിച്ചിരുന്നു, ഈ പുനലൂർ പത്തനാപുരം പിടിക്കും, ചടയമംഗലം പിടിക്കും, കൊട്ടാരക്കര പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് പ്രാന്താണ് എന്ന് വരെ എന്നോട് പറഞ്ഞിരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ വിളിച്ച് രോഹിതിന്റെ നിലപാടുകൾ കൃത്യമായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കേരളത്തിലെ സീനിയർ ജേർണലിസ്റ്റ് ആയിരിക്കുന്ന ഫിറോസ് അലി മുഹമ്മദ്, പുള്ളി എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പത്തനാപുരത്ത് KV ഗണേഷ് കുമാർ തോക്കും. പുള്ളി എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും സംഭവിക്കും. അദ്ദേഹം ചടയമംഗലത്ത് വോട്ടറാണ്. ചടയമംഗലത്തോ? ഞാൻ ചടയമംഗലത്ത് MN നസീർ വിജയിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ ജയിക്കുകയാണെങ്കിൽ അത് CPIയുടെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. CPIഎമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് ഉറപ്പായും തൊട്ടിനെ. ചിഞ്ചു റാണി എന്ന് പറയുന്ന മിനിസ്റ്ററെ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് മിൽമ പാലിന്റെ വില കൂട്ടുമ്പോൾ മാത്രം വെക്കുന്ന ഫോട്ടോയിലാണ് എന്നുള്ളതാണ്. എന്തായാലും ജനം അത്ര വലിയ മണ്ടരൊന്നും ആയിരുന്നില്ല എന്ന് കൃത്യമായി തെളിയിക്കുകയാണ്. നേഷൻ ഫസ്റ്റ് കൃത്യമായി പറഞ്ഞിരുന്നു, BJP അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അതിനുള്ള ഫസ്റ്റ് സാധ്യത കൊല്ലത്താണ്. ആദ്യത്തെ വാർത്ത വന്നതും BJPയുടെ താമര വിരിഞ്ഞത് കൊല്ലത്താണ് എന്നുള്ളത് അത്ഭുതകരമായ ഒരു സംഭവവികാസമാണ്. ഈ നേമത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയവും കൊട്ടാരക്കരയിലെ KN ബാലഗോപാലിന്റെ വിജയവും ഞാൻ കാണുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. എത്രയോ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ പേർ പരാജയപ്പെടുന്ന സാഹചര്യവും മറ്റും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് നേമത്ത് ഈ പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി വന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം സജീവമായി ഇവിടെ വരികയും പിന്നീട് പാർട്ടി അധ്യക്ഷനാവുകയും നേമത്ത് മത്സരിക്കുകയും, ഈ രണ്ടിടത്തും കൃത്യമായി മണി ഫ്ലോ സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പണം ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയും. ഈ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ ചാനലുകാർക്കൊക്കെ കിട്ടിയ എമൗണ്ട് ഒക്കെ കേട്ടാൽ നമുക്ക് വലിയ ചിരി വരും. കൃത്യമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശിവൻകുട്ടി
മിനിസ്റ്റർ, എക്സ് മിനിസ്റ്റർ എന്ന് പോലും വേണമെങ്കിൽ അങ്ങനെ പറയാം, മിനിസ്റ്ററാണ്. നിയമത്തെ 2ാം സ്ഥാനക്കാരനായ ശിവൻകുട്ടി അപ്പൂപ്പൻ റിപ്പോർട്ടർ TV-യിൽ വന്നിരുന്ന അദ്ദേഹം പറഞ്ഞു, വോട്ടിനൊക്കെ വലിയ രീതിയിലുള്ള പണമാണ്, ജനാധിപത്യ വ്യവസ്ഥയെ കൊള്ളയടിക്കുകയാണ്, ഒരു സാധാരണക്കാരൻ ഈ ഇലക്ഷന് മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, ശരിയല്ലേ, ഒരു ഇലക്ഷൻ കവറപ്പ് ചെയ്യണമെങ്കിൽ 2 കോടി 3 കോടി രൂപയൊക്കെ വേണമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരിക്കലും നിയമസഭാ ഇലക്ഷൻ സ്വപ്നം കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. കൊട്ടാരക്കരയിലൊക്കെ അതാണ്, വലിയ രീതിയിൽ പണമൊഴുക്കി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പർച്ചേസുകൾ നടത്തി സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർത്തു. ഇതിലൊക്കെ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് UDF അനുകൂലമാകേണ്ടുന്ന ചില പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ചത്ര ഭൂരിപക്ഷത്തിലേക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്, അത് കൊട്ടാരക്കരയിൽ നിലനിൽക്കുന്ന ചില സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകണം എന്നുള്ളതാണ്. എന്തായാലും ഐഷ പോറ്റിയുടെ ഈ പരാജയം എന്ന് ഞാൻ പറയുന്നത് ഐഷ പോറ്റിയുടെ വിജയം തന്നെയാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. പെർഫെക്റ്റ് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ഐഷ പോറ്റി എന്നുള്ളത്. കേരളത്തിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് സ്ഥാനാർത്ഥിയെ തന്നെയാണ് UDF അവിടെ പോസ്റ്റ് ചെയ്തത്. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് ഐഷ പോറ്റി. ഇനിയും പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഐഷ പോറ്റി. പരാതികളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പരാജയം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടകരമായ ഒന്നാണ്. കൊല്ലം ജില്ലയിലും കേരളത്തിലും UDF ലഭിച്ച ഈ വലിയ ഒരു സ്വീകാര്യത VD സതീശന്റെ വിസ്മയങ്ങളിൽ VD സതീശൻ വിസ്മയം എന്ന് ആദ്യം വിളിച്ചത് കൊട്ടാരക്കരയിലാണ്. പിന്നീട് നമ്മൾ കണ്ടതാണ് കണ്ണൂരിന്റെ വിവിധ മേഖലകളിൽ, പാലക്കാടൊക്കെ വിസ്മയങ്ങൾ തീർത്തുവെങ്കിലും ആദ്യത്തെ വിസ്മയം അത് ചില പാളിച്ചകളിൽ പാളിപ്പോയി. അത് പക്ഷേ നോക്കൂ, 20 വർഷക്കാലം ഇടതുകോട്ടയായിരുന്ന ഒരിടത്തെ വിജയത്തിന്റെ തൊട്ടരികിലേക്ക് പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലെ 2ാമനെ കേവലം 100-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇങ്ങനെ മണിക്കൂറുകളോളം ടെൻഷൻ അടിപ്പിച്ച് കൊണ്ടുപോകാൻ ടീം UDF-ന് ഐഷ പോറ്റിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിജയം എന്ന് തന്നെ വിളിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും അവിടെ ഈ പറയപ്പെടുന്ന പടലപ്പിണക്കങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു സാധ്യത നവമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഏറ്റിരിക്കുന്ന ഈ ചെറിയ പരാജയമുണ്ടല്ലോ, ആ പരാജയത്തിനൊരു ചെറിയ മധുരമുണ്ട്. ഇവരൊക്കെ വേണം, ചിലരൊക്കെ നിയമസഭയിൽ വേണം. ഇപ്പം പിണറായി വിജയനെതിരെ വലിയ സെപ്പറേറ്റ് സ്റ്റോറി തന്നെ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ടുകളിൽ പരാജിതനായി നിൽക്കുമ്പോൾ സത്യത്തിൽ അബ്ദുൾ റഷീദ് VP ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും മനസ്സിൽ ഈ ദൈവമേ പിണറായി ജയിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ഈ UDF-ന്റെ മുഖ്യമന്ത്രി ആരുമാകട്ടെ, വരാൻ പോകുന്ന നിയമസഭയിൽ പിണറായി വിജയൻ ഉണ്ടായിരിക്കണം. ഇത് കാണണം. അവിടെ ചെന്നിരുന്നു കൊണ്ട് UDF-ന്റെ സ്പീക്കറെ നോക്കി സാറെന്ന് വിളിക്കണം. അല്ല, UDF-ന്റെ CM-നോട് സംസാരിക്കുമ്പോൾ മിസ്റ്റർ CM എന്ന് വിളിച്ചതിന് പിണങ്ങിയായിരുന്നല്ലോ. ഇദ്ദേഹം ഏത് വാക്കിൽ സാറെന്ന് വിളിക്കുമോ, എന്ത് വിളിക്കുമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും കൊട്ടാരക്കര ജനഹൃദയങ്ങളിൽ ഐഷ പോറ്റി വിജയിച്ചിരിക്കുന്നു. നേഷൻ ഫസ്റ്റിൽ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മൾ പറഞ്ഞ കണക്കുകൾ കൃത്യമായി എന്നുള്ളത്.